ക്വസ്റ്റ്യൻ 181. സ്ത്രീകൾക്ക് മാത്രമായി പിങ്ക് പാർക്കുകൾ ഒരുങ്ങുന്ന ഇന്ത്യൻ നഗരം. ആൻസർ ഹൈദരാബാദിലാണ് സ്ത്രീകൾക്ക് മാത്രമായി പിങ്ക് പാർക്കുകൾ ഒരുങ്ങുന്ന ഇന്ത്യൻ നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് കമ്പാലത്തറയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ വയോജക സൗഹൃദ നഗരമാക്കുന്നത് കൊച്ചിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ വയോജന സൗഹൃദ നഗരമാക്കുന്നത് കൊച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 154. കേരളത്തിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരുവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 155. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലാഗണനാക്രമത്തിൽ എഴുതുക. എ. ബന്ധും സമ്മേളനം, ബി. പോസ്കോ കരാർ, സി. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണം, ഡി. ബൽഗ്രേഡ് സമ്മേളനം. അപ്പോൾ ഇതിൽ ഓർഡർ വരുന്ന എ ആണ് ആദ്യം വരുന്നത്, ബന്ധും സമ്മേളനം. ഡി എന്ന് പറയുന്നത് ബൽഗ്രേഡ് സമ്മേളനം. സി ഏതാണ്? പോസ്കോ കരാർ. ബി സി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാഷ്ട്രങ്ങളുടെ രൂപീകരണം. ബി ഓസ്കോ കരാർ. ഇങ്ങനെയാണ് വരുന്നത്, എ, ഡി, സി, ബി. അടുത്ത ക്വസ്റ്റ്യൻ 156. പഞ്ചസാര നിയമം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇത് പഞ്ചസാര നിയമം. 157. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്തുകയാണ്. ഗോത്രത്തിന്റെയും വംശത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അടുത്തത് 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. അടുത്തത് KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്തത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ഒന്ന് ഏതാണ്? ഗോത്രങ്ങളുടെ വംശത്തിലെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. പിന്നെ മൂന്നാമത്തത് ഏതാണ്? KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇത് രണ്ടുമാണ് തെറ്റായവ. അടുത്തത് 158ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഘടനയാണ് 1920 സ്വരാജ് സഭ എന്ന പുനർനാമകരണം ചെയ്തത്? ആൻസർ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗാണ്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗാണ് ഇപ്പോൾ എന്തോന്ന് സ്വരാജ് സഭ എന്ന പുനർനാമകരണം ചെയ്തത്. അതെപ്പോഴാണ്? 1920. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ 159. ചുവടെ ചേർത്തിരിക്കുന്നതിൽ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? അതിൽ ഒന്നാമത്തേത്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂർ വേലുത്തമ്പി ദളവ നേതൃത്വം നൽകി. രണ്ടാമത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപാടുകൾ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ദളവയെ പ്രേരിപ്പിച്ചു. അടുത്തത്, തിരുവിതാംകൂറിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചു. നാലാമത്തത്, 1890 ബ്രിട്ടീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരം നടത്തി. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ഈ ചുവടെ ചേർന്നതിൽ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ഒന്ന് ഏതാണ്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ നേതൃത്വം നൽകി. രണ്ടാമത്തെ ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപാടുകൾ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ദളവയെ പ്രേരിപ്പിച്ചു. ഇത് രണ്ടുമാണ് ശരിയായത്. 160. തിരക്ക് കുറഞ്ഞ പാത, ടോൾ ഇല്ലാത്ത പാത, വഴിയിലൂടെ പെട്രോൾ പമ്പ്, ആശുപത്രി, ഹോട്ടൽ മുതലായവ കണ്ടെത്താൻ സഹായിക്കുന്ന വിശകലന രീതി. ഏത് വിശകലന രീതി അനുസരിച്ചാണ്? ശൃംഖല വിശകലനം അനുസരിച്ചാണ്. അടുത്തത് 161ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഒന്നാമത്തത്, താമോ മാസിസ്. ഇതിൽ 1ഉം 2ഉമാണ് ശരി. ഏതൊക്കെയാണ്? താമോ മാസിഫ് അഗ്നിപർവ്വതം പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തത്, എൽ നിനോ, ലാ നിനോ എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു. ഇത് രണ്ടുമാണ് എന്താണ് പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്.
അടുത്ത 162 തെറ്റായ ജോഡി ഏതെന്നാണ്. തെറ്റായത് ശരിയായ ജോഡിയൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. തെറ്റായത് കൃഷ്ണയും ഷിയോനാഥും. അടുത്തത് 163 ക്വസ്റ്റ്യാണ്. ഹിമാലയത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത്. ഒന്നാമത്തത് ഹിമാലയ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരു മടക്കു പർവ്വതമാണ് ഹിമാലയം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയം 2000 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇതിന്റെ ആൻസർ 1, 2, 4 ആണ് ശരി. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായതായതാണ്. അപ്പോൾ 1, 2, 4 ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ എന്ന് വെച്ചാൽ ഈ പ്രസ്താവനയിൽ തെറ്റായതാണ്. ഹിമാലയത്തെ കുറിച്ച് പറയുന്നത് തെറ്റായത്. ഇതിൽ ഹിമാലയത്തെ കുറിച്ച് പറയുന്ന ശരിയായ കാര്യം എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം. ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ഏതെന്നാണ്. ഇതിൽ ദേശാടന പക്ഷികളുടെ പർദീസ എന്നതാണ് തെറ്റായ ജോഡി. അടുത്ത 165 നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കുകയും അതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് തിരിച്ചു വീതിച്ചു നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ എന്താണ്? ലാഭം കിട്ടിയാലും വിധിച്ചു കൊടുക്കും, നഷ്ടം കിട്ടിയാലും വിധിച്ചു കൊടുക്കുന്നതാണ്. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിൽ അല്ലെങ്കിൽ ഓഹരി കമ്പോളത്തിൽ നിന്ന് കടപ്പത്രങ്ങളും അടിസ്ഥാന വികസന മേഖലയിൽ നിക്ഷേപിക്കുകയും അതിലൂടെ ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം എന്ന് പറയുന്നത്. അടുത്ത 166 ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. റോളിംഗ് പ്ലാൻ, ജനകീയ പദ്ധതി, ഗരീബി ഹഠാവോ, പുത്തൻ സാമ്പത്തിക നയം. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ റോളിംഗ് പ്ലാൻ ആരുടെയാണ്? നരസിംഹ റാവുവിൻ്റെ. അത് 2ന്റെ സി ആണ്. അടുത്ത 3ന്റെ ഡി, 4ന്റെ എ ആണ്. അടുത്ത 167 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിറ്റ് ഒഴിവാക്കുന്നതിന് വിളിക്കുന്നത് മൂലധന സ്വരൂപണം. ഏതൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിറ്റ് ഒഴിവാക്കുന്നതിനെ വിളിക്കുന്നതാണ് മൂലധന സ്വരൂപണം. 168 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 1996 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗാന്ധിജി സീരീസുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. രണ്ടാമത്തത്, ഇന്ത്യൻ കറൻസികൾ 17 ഭാഷകൾ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3. ഇന്ത്യൻ നോട്ടിന്റെ ലാംഗ്വേജ് പാനൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. അതിൽ 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഒന്നാമത്തത്, ഇന്ത്യൻ നോട്ടിൻ ലാംഗ്വേജ് പാനൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 169 ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. രണ്ടാമത്തത്, ആസൂത്രണ കമ്മീഷൻ 1951 നിലവിൽ വന്നു. 3. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 4. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇതിൽ 1, 3 ശരിയായ പ്രസ്താവന. 1. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. മൂന്നാമത്തത്, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇതാണ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അടുത്തത് 170 ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ഏത് പാർലമെന്റ് കമ്മിറ്റിയാണ് രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടാത്തത്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 171 ഇന്ത്യൻ ഭരണഘടനയിലെ 14ാം വകുപ്പ് പ്രകാരം നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും നിയമം ഒരുപോലെ സംരക്ഷിക്കപ്പെടും എന്നതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? 1. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, വിദേശത്ത് ജീവിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിദേശീയർക്കും, ഇന്ത്യയിൽ ജനിച്ച എല്ലാ പൗരന്മാർക്കും. ഇതിന്റെ ആൻസർ 1, 3 കറക്റ്റ്.
ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. മൂന്നാമത്തത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിദേശികൾക്കും. 172ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 263 അനുച്ഛേദ പ്രകാരം ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിൽ നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ഭരണഘടനയിലെ 263 അനുച്ഛേദ പ്രകാരം ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിർമ്മിക്കാൻ അധികാരമുള്ളത്. അടുത്തത് 173ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഷ അല്ലാത്തത്? പേർഷ്യൻ, നേപ്പാളി, കാശ്മീരി, സംസ്കൃതം. ഇതിൽ പേർഷ്യൻ മാത്രമാണ് 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഷ അല്ലാത്തത്. അടുത്തത് 174ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഭാഗം ഏത്? ആൻസർ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം. അങ്ങനെ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഭാഗമൊന്നുമില്ല, എല്ലാ ഭാഗവും ഭേദഗതി ചെയ്യാവുന്നതാണ്. അടുത്തത് 175ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അതിൻ്റെ ആൻസർ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 2012ലാണ്. ഇതാണ് ഈ പ്രസ്താവനയിൽ തെറ്റായത്. അടുത്തത് 176ാമത്തെ ക്വസ്റ്റ്യൻ. മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. മാരക രോഗം നേടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ടൂറിസം മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി വിവിധ കോഴ്സുകളിൽ പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമായ കിറ്റ്സിന്റെ പൂർണ്ണരൂപം? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. 178ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സർക്കാർ വാണിജ്യ മിഷൻ ആരംഭിച്ച വർഷം? 2018ലാണ് കേരള സർക്കാർ വാണിജ്യ മിഷൻ ആരംഭിച്ചത്. അടുത്ത 179ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഒന്നാമത്തെ, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിക്കുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും. 2, ഭരണഘടനയിൽ ഭൂരിപക്ഷം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അടുത്ത 1969, 1971 കേരള ഭൂപരിഷ്കരണ നിയമ ഭേദഗതികൾ ഭരണഘടനയിലെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 29ാം ഭരണഘടനയുടെ ഭേദഗതിയിലൂടെയാണ്. ഇതിൽ 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന 2 മാത്രമാണ്. ഏതാണ്? ഭരണഘടനയിൽ ഭൂപരിഷ്കരണം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് 180ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീകളുടെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ്? മിനിക്കാണ്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം എന്ന് പറയുന്നത് മിനിക്കാണ്. 181ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുകയാണ്. 1, ഇന്ത്യയിലെ പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ട ആദ്യ സാഹിത്യ അക്കാദമി. 2, കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത് 1958 ഓഗസ്റ്റ് 15-നാണ്. അടുത്തത്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, കേളി, മലയാള ലിറ്ററേച്ചർ സർവേ എന്നിവ. ഇതിൽ 1ഉം 4ഉമാണ് ശരിയായവ. 1 ഏതാണ്? ഇന്ത്യയിലെ പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ട ആദ്യ സാഹിത്യ അക്കാദമിയാണ്. 4ാമത്തേത് ഏതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, കേളി, മലയാള ലിറ്ററേച്ചർ സർവേ എന്നിവ. അടുത്തത് 182ാമത്തെ ക്വസ്റ്റ്യൻ. പത്മ സുബ്രഹ്മണ്യൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യമാണ്. പത്മ സുബ്രഹ്മണ്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന? ഭരതനാട്യം. അടുത്തത്, എല്ലാ വർഷവും ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന മാസം? ഫെബ്രുവരി മാസത്തിലാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത്. അടുത്തത്, 2023 ലോകകപ്പ്
ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആരാണ്? വിരാട് കോഹ്ലിയാണ്. അടുത്തത് 2022 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ആർക്കും ആളുകളും പ്രകൃതിയും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. 2022 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ആളുകൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. 186 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകൾ തെറ്റായവ കണ്ടെത്തുക. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടാൻ കഴിയില്ല എന്നതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് 187ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത്. അടുത്തത് 188 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതും കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ വിധത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നിയമം വിലക്കുന്നു. അടുത്തത് മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് അഭികാമ്യം എന്ന് തോന്നുന്ന സ്ഥലത്തോ വച്ചോ ആയിരിക്കണം. അടുത്തത് മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് യൂണിഫോമിലായിരിക്കണം. അടുത്തത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്തുവാൻ ചുമതലപ്പെടുത്തുന്നതാണ് അഭികാമ്യം. ഇതിൽ ചുവടെ പ്രസ്താവന ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. അപ്പം 1, 2, 4 ഇത് 3മാണ് ശരിയായത്. അത് ശരിയല്ലാത്തത് ഏതാണ്? മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് യൂണിഫോമിലായിരിക്കണം. അത് തെറ്റാണ്. ബാക്കി 3മാണ് ശരി. 89 ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതി ഇത് തൃപ്തികരം അല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? 45 ദിവസത്തിനകമാണ് നൽകേണ്ടത്. അടുത്തത് വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അഗ്നിന ഗ്രന്ഥിയാണ്. അടുത്തത് 191ാമത്തെ ക്വസ്റ്റ്യൻ. വൈറസുകളെ കുറിച്ച് നൽകിയ പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായതാണ്. ഒന്നാമത്തത് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത്. രണ്ടാമത്തത് വൈറസുകൾ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു. മൂന്നാമത്തത് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. നാലാമത്തത് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസ് ബാധിക്കാറില്ല. ഇതിൽ 1, 3മാണ് ശരി. ഒന്ന് ഏതാണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ഒരു ലഘുഘടനയാണ് വൈറസിനുള്ളതെന്നും മൂന്നാമത്തേത് ഏതാണ്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നതെന്നുള്ള 2മാണ് ശരിയായ പ്രസ്താവന. അടുത്തത് 192ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യരിൽ ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ആൻസർ തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. 93 ചുവടെ തന്നിരിക്കുന്നവയിൽ ശരീരത്തിലെ പ്രത്യേക പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തത് ആന്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ. 2 എല്ലാ രോഗകാരികളെയും വിഷവസ്തുവിനെയും പ്രതിരോധിക്കാൻ. 3 ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 4 രോഗാണുനാശികളായ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ്? 1, 3മാണ് എന്തോന്ന് ആൻസർ. 1, 3. ഒന്ന് ഏതാണ്? ആന്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും. 3 ഏതാണ്? ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും. അടുത്തത് 194ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോമ എന്ന അവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത് കണ്ടെത്തി എഴുതുക. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണത്തിലുണ്ടാകുന്ന തകരാറാണ്. അക്വസ് ദ്രവത്തിലെ പുനരാഗീരണത്തിലുണ്ടാകുന്ന തകരാറാണ് ഗ്ലൂക്കോമ എന്ന രോഗത്തിന് കാരണം. അടുത്ത 195ാമത്തെ ക്വസ്റ്റ്യൻ. റോസ് ബംഗാൾ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാലക്കണ്ണുമായിട്ടാണ്. മാലക്കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടെസ്റ്റാണ് ഏത്? റോസ് ബംഗാൾ ടെസ്റ്റ്. അടുത്ത 196ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ സമ്പർക്കരഹിത ബലങ്ങൾ ഉൾപ്പെടുന്നവ ഏത്?
ന്യൂക്ലിയർ ബലം, ഒലൂവ് ബലം, ഗുരുത്വാകർഷണ ബലം, വിസ്കസ് ബലം. ആൻസർ 1ഉം 3ഉമാണ്. 1 ഏതാണ്? ന്യൂക്ലിയർ ബലവും 3 ഏത്? ഗുരുത്വാകർഷണ ബലവുമാണ്. ഏത്? താഴെ തന്നിരുന്ന സമ്പർക്കരഹിത ബലങ്ങൾ. 97ാമത്തെ ക്വസ്റ്റ്യൻ, സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബത്തിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏത്? 1. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. പ്രതിബിംബം മിഥ്യമായിരിക്കും. പ്രതിബിംബം ചെറുതായിരിക്കും. അതിൽ ആൻസർ 3 ആണ്. പ്രതിബിംബം ചെറുതായിരിക്കും. അടുത്തത് 198ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്? ആൻസർ ലിഫ്റ്റ്. അടുത്തത് 199ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്റേ പഠനത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക മാസിനല്ല അറ്റോമിക നമ്പറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ആൻസർ ഹെൻറി മോസി. അടുത്തത് 200ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡികൾ ഏവ എന്നാണ്? കോപ്പർപെപ്പറ്റേസ്, ജലപ്രവാഹത്തിന്റെ കഴുകൽ, മാഗ്നറ്റൈറ്റ് കാന്തിക വിഭജനം, സ്വർണത്തിന്റെ അയിര്, പ്ലവന പ്രക്രിയ, ബോക്സൈറ്റ് ലീച്ചിങ്. അതിൽ 1ഉം 3ഉമാണ് തെറ്റായ ജോഡികൾ.